കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയൊരു അട്ടിമറിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ മത്സരത്തിൽ ഇന്ത്യ തോറ്റത് 76 റൺസിനാണ്. ഇന്ത്യ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു വലിയ തോൽവി. ഏകദേശം 2022 T20 ലോകകപ്പ് സെമി ഫൈനലിന് ശേഷം ഈ ICC T20 ലോകകപ്പിൽ തന്നെ ഇന്ത്യ കുറിക്കുന്ന ആദ്യത്തെ തോൽവി കൂടിയാണ്. 2024 ഒരു മത്സരം പോലും പരാജയപ്പെട്ടില്ല. 12 വിജയങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഈ ഒരു പരാജയത്തിൻ്റെ രുചി അറിയുന്നത് എന്ന് പറയേണ്ടി വരും. 76 റൺസിൻ്റെ വലിയ തോൽവി. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3 എത്തി നിൽക്കുകയാണ്. ഇനി ഇന്ത്യക്ക് തിരിച്ചു വരാൻ സാധ്യതകളുണ്ടോ? വളരെ ചുരുക്കം എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഇനിയുള്ള 2 മത്സരങ്ങൾ സൂപ്പർ 8-ലുള്ളത് ഒന്ന് സിംബാബ്വെ, മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസാണ്. ഈ 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രം പോലെ വലിയ മാർജിനിൽ ജയിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മറ്റൊരു കാര്യം, സൗത്ത് ആഫ്രിക്ക ഇനി അടുത്ത വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ പരാജയപ്പെടണമെന്നത് കൂടിയുണ്ട്. അതായത് ഇന്ത്യക്ക് ഇനി തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ മാത്രം വിജയിച്ചാൽ പോരാ, മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ നിലനിൽപ്പ് കൂടി സാധ്യമാകൂ എന്നത് വേണം തന്നെ പറയാൻ. 20-3 ആദ്യം സൗത്ത് ആഫ്രിക്ക ടോസ് നേടി ബാറ്റിംഗ് എടുത്തതിന് ശേഷം 20-3 വെട്ടിച്ചുരുക്കിയ സൗത്ത് ആഫ്രിക്കയെ പിന്നീട് ട്രിസ്റ്റൻ സ്റ്റബ്സും ഡേവിഡ് മില്ലറും കൂടി ചേർന്നെടുത്ത് സൗത്ത് ആഫ്രിക്ക ഒരു വലിയ ടോട്ടലിലേക്ക് കൊണ്ട് ഉയർത്തിയപ്പോൾ ഇന്ത്യക്കും അതുപോലെ സമാനമായ സാഹചര്യം ഉണ്ടായി. പക്ഷേ എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചതെന്നൊരു വലിയ ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. ബാറ്റിംഗിലാണോ, ബൗളിംഗിലാണോ, ടീം സെലക്ഷനിലാണോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ. ചേസ് ഡൗൺ ചെയ്യാൻ വിരാട് കോഹ്ലിയെ പോലൊരു പ്ലെയർ ഇല്ലാത്തത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. T20 ലോകകപ്പിൽ പ്രത്യേകിച്ച് 3 തവണയാണ് 160 മുകളിലുള്ള സ്കോർ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അത് 3 തവണയും അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിജയശില്പിയായി മാറിയിരുന്നത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ കോഹ്ലിയെ പോലൊരു പ്ലെയർ ഇന്ത്യക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കെ വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ തോൽവി നിസ്സാരമായി കാണാൻ സാധിക്കില്ല. 12 മത്സരങ്ങൾക്ക് ശേഷം ഒരു തോൽവിയല്ലേ, അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാണം കെട്ട ദയനീയ തോൽവിയാണ് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അത്രയും നീലക്കടലിന് മുന്നിൽ വെച്ച് ഇന്ത്യ നടത്തിയത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്നോടൊപ്പം BCCI മാച്ച് റഫറിയായ പി രംഗനാഥൻ സാർ കൂടിയുണ്ട്. ശ്രീ പി രംഗനാഥൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മത്സരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ തോൽക്കുന്നത്. പക്ഷേ തോൽക്കുന്നത് സൂപ്പർ 8-ലെ പ്രധാനപ്പെട്ട മത്സരമാണ്. ഇന്ത്യയുടെ ഭാവി തന്നെ വലിയൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻസിന് തുടർന്ന് അങ്ങോട്ടുള്ള വേൾഡ് കപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ചരിത്രം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ക്രിക്കറ്റില് ഒരു പരാജയം അനിവാര്യമാണ്. കാരണം ഇന്നലെ ഒരു മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാരുടെ പോരാട്ടം അതാണ് എടുത്തു പറയേണ്ടത്. കാരണം 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് അവരതിൽ നിന്നാണ് പിന്നീട് മില്ലറും സ്റ്റബ്സും കൂടാതെ ബ്രെവിസും ചേർന്നുള്ള ആ ഒരു ബാറ്റിംഗ് നിര ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ മധ്യനിര വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു നല്ല സ്കോറിലോട്ട് അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു. 187 എന്നുള്ളത് നല്ലൊരു ടോട്ടലാണ്. കാരണം തിരിച്ച് ബാറ്റ് ചെയ്യുക, സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് അറ്റാക്ക് നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് നിരയാണ്. പക്ഷെ ഇന്ത്യക്കും തുടക്കം പിഴച്ചു. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ ബാറ്റർമാരുടെ വിക്കറ്റുകൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നു. പിന്നീട് ആ സ്കോർ മറികടക്കാനായിട്ട് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് സാധിച്ചില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പരാജയം. ഇന്ത്യ ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് മില്ലറിന്റെ ബാറ്റിംഗ് മികവ്, അതുകൂടാതെ ബ്രോയിസിന്റെ വളരെ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ്, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ബോളർമാര് മികച്ചതായിട്ട് പന്ത് എറിഞ്ഞെങ്കിലും പിന്നീട് അവസാന ഓവറുകളിൽ വരുൺ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ധാരാളം റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിച്ചു. പകരക്കാരനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തു. അതും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഒരു പക്ഷേ മറക്കാവുന്ന ഒരു ദിവസമായിട്ട് അല്ല, അത് തന്നെയാണ് ശ്രീ രംഗനാഥൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വാഷിംഗ്ടൺ സുന്ദർ ടീമിന് എന്തിനായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമായും ഒന്നുകിൽ 2 പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പുറത്താക്കുക, ഒന്നുകിൽ ക്വിന്റൻ ഡീകോക്കിനെയോ അല്ലെങ്കിൽ റയൻ റിക്കിൾട്ടനെയോ ഉദ്ദേശിച്ചായിരിക്കാം. പക്ഷേ വാഷിംഗ്ടണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ സൂര്യകുമാർ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ബാറ്റിങ്ങിൽ മുകളിലോട്ട് കയറ്റിവിട്ടെങ്കിൽ പോലും അത് മുതലാക്കാൻ വാഷിംഗ്ടൺ സാധിച്ചില്ല. പക്ഷേ ചോദ്യം, വാഷിംഗ്ടൺ വരുന്നത് പകരം ആർക്കാണ്? ഇന്ത്യൻ ടീമിന് വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലാണ്. അതായത് വൈസ് ക്യാപ്റ്റനെ മാറ്റി നിർത്തി വരെ ടീമിൽ തുടർച്ചയായ 2 മത്സരങ്ങൾ, കഴിഞ്ഞ മത്സരം ഓക്കെ റെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. പക്ഷേ ഈ മത്സരത്തിലും കൂടി അക്സർ പട്ടേൽ എന്ന വൈസ് ക്യാപ്റ്റനെ മാറ്റി നിർത്തിക്കൊണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നൊരു ചോദ്യം അവിടെ ഇല്ലേ? അതിന് കൃത്യമായൊരു മറുപടി ഉണ്ടാവും. അല്ല, അത് ശരിയാണ്. താങ്കൾ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ ഈ അടുത്ത കാലത്ത് പരിക്ക് മൂലം മാറി നിന്നു. അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ അവസരം നൽകിയത് ഒരുപക്ഷെ തെറ്റായിട്ട് തന്നെ പറയാം. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ബാറ്റിങ്ങും അക്സർ പട്ടേലിനായിട്ട് പകരക്കാരനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തത് താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ഡിക്കോക്ക് ആയാലും മില്ലർ ആയാലും ഇങ്ങനെയുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ പന്തെറിയാൻ പറ്റുന്ന ഒരു ഓഫ് സ്പിന്നർ എന്നുള്ള രീതിയിലാണ്. അത് ഒരു തെറ്റ് തന്നെയാണ്. അവിടെ പിഴച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അത് മാത്രമല്ല ഒരു തോൽവിയുടെ കാരണം.
കാരണം തോൽവിയുടെ കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തുടക്കത്തിലെ 3 വിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീട് ഇന്ത്യൻ ബോളർമാരുടെ ബോളിംഗ് പ്രകടനം അത് തീർത്തും ദയനീയമായിരുന്നു. അതുമാത്രമല്ല ബാറ്റിംഗിൽ നല്ലൊരു തുടക്കം അത് അനിവാര്യമായിരുന്നു, അത് കിട്ടിയില്ല. കൂടാതെ തന്നെ നിരന്തരമായിട്ട് ഇപ്പോ ഓപ്പണിംഗ് ഒരു കൂട്ടുകെട്ട് വരുന്നില്ല, അതും ഒരു ചോദ്യചിഹ്നമാണ്. എനിക്ക് തോന്നുന്നു വരുന്നുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഈ കുറവുകളൊക്കെ ഇന്ത്യ പരിഹരിക്കും. ഇന്ത്യ സൂപ്പർ 8-ൽ നിന്ന് സെമി ഫൈനലും ഫൈനലും കളിക്കാനായിട്ട്. അല്ല, പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീനിവാസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. നെറ്റ് റൺ റേറ്റ് -3 എത്തി നിൽക്കുകയാണ്. ഇത് ഏറ്റവും വലിയ തോൽവിയാണ്. നമ്മൾ പാകിസ്ഥാനെ 61 റൺസിന് പരാജയപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ പാകിസ്ഥാനെ നാണം കെട്ടി വിട്ടു എന്നാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന്റെ തോൽവിയാണ്. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെയും പറയേണ്ടി വരും. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ളതും വലിയ കല്ലും മുള്ളുകളും നിറഞ്ഞ ഒരു യാത്രയും കൂടിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസിലൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് താങ്കളിൽ നിന്ന് അറിയേണ്ടത്, ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, റിപ്പോർട്ടർ സ്വാഭാവികമായിട്ട് സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആർക്ക് പകരം മാറ്റണം, അഭിഷേക് ശർമ്മയെ മാറ്റണോ തിലക് വർമ്മയെ മാറ്റണമോ എന്ന് പരിഹസിച്ചുകൊണ്ട് ഒരു മറുപടിയാണ് സൂര്യകുമാർ യാദവിൽ നിന്നുണ്ടായത്. തിലക് വർമ്മ 2 പന്തിൽ നിന്ന് 1 റണ്ണ്, അഭിഷേക് ശർമ്മ 15 റണ്ണ് എങ്ങനെയോ അടിച്ചെടുത്ത ഒരു 15 റണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം. ഇഷാൻ കിഷൻ കഴിഞ്ഞ ദിവസം ടക്കായി. ഇപ്പോൾ ഇഷാൻ കിഷൻ എല്ലാ മത്സരത്തിലും തിളങ്ങണമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ടോപ്പ് ഓർഡർ തിളങ്ങുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. സഞ്ജുവിനെ പരിഗണിച്ചൂടെ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ പാകിസ്ഥാനെയും സൗത്ത് ആഫ്രിക്കനെയും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ ഒരു തീർന്ന ടീമാണ്, അതിനെതിരെ ഇന്ത്യ മികച്ച വിജയം നേടി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഇന്നലെ സൂര്യകുമാർ യാദവ് ഈ പ്രസ് സ്റ്റേറ്റ്മെന്റിൽ സഞ്ജു വി സാംസണെ ഏറ്റവും അധികം പിന്തുണച്ച ഒരു ക്യാപ്റ്റൻ കൂടെയാണ്. നമ്മളെല്ലാം മറന്ന് ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിലോട്ട് പോകരുത്. കാരണം സൂര്യകുമാർ യാദവ് വളരെയധികം പ്രൊമോട്ട് ചെയ്ത ഒരു താരമാണ് സഞ്ജു വി സാംസൺ. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് തിലക് വർമ്മ ആരെ മാറ്റി ആരെ എടുക്കുന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അഭിഷേക് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ട് സഞ്ജു വി സാംസൺ എടുക്കണമെങ്കിൽ അതിൽ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്, അദ്ദേഹത്തിന്റെ പഴയ ഇന്നിങ്സുകളെല്ലാം അതുപോലെ തന്നെയാണ് സഞ്ജു വി സാംസന്റെ. അപ്പൊ ഒരു നിരന്തരമായിട്ട് അദ്ദേഹം പരാജയപ്പെടുന്നു. ഒരുപക്ഷെ ഇനി അടുത്ത മത്സരങ്ങളിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ തിലക് വർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. വീണ്ടും ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും T20 ഫോർമാറ്റിൽ വളരെ നിർണായകമാണ്. അപ്പൊ അതൊക്കെ കരുതിയായിരിക്കാം ടീം മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. ഒരുപക്ഷെ എടുത്ത തീരുമാനം വാഷിംഗ്ടൺ സുന്ദറിന്റെ നമുക്ക് പറയാം, മറ്റുള്ള തീരുമാനങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതും വ്യക്തമാണ്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഈ ബൗളിങ്ങിന്റെ സാഹചര്യം പറയുമ്പോൾ പോലും എല്ലാവർക്കുമെതിരെ ശക്തമായി സൗത്ത് ആഫ്രിക്ക പഠിച്ചു വന്നതുപോലെയാണ് കളി കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് തോന്നി. അതായത് അഭിഷേക് ശർമ്മയ്ക്കെതിരെ തുടർച്ചയായി സ്ലോ ബോളുകൾ എറിയുക, അഭിഷേകിനെ പവർ പ്ലേയിൽ നിർത്തിക്കൊണ്ട് 2 ഫീൽഡേഴ്സിനെ ഓഫ് സൈഡിൽ നിർത്തി കളിപ്പിക്കുക. അതായത് നീ അടിക്കുന്നെങ്കിൽ നീ ലെഗ് സൈഡിലോട്ട് അടിക്കുക, ഓഫ് സൈഡിലോട്ട് അടിക്കാനുള്ള ഒരു സ്പേസ് 2 ഫീൽഡേഴ്സിനെ അവിടെ ഒരുക്കിക്കൊണ്ട് ട്രാപ്പ് ഒരുക്കുക. സൂര്യകുമാർ യാദവിനെ നിരന്തരം സ്ലോ ബോളുകൾ എറിഞ്ഞ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചു വന്ന സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ കണ്ടത്. 2024 T20 ലോകകപ്പിന്റെ ഫൈനലിന് എന്ത് മറുപടി കൊടുക്കണോ അതനുസരിച്ച് പഠിച്ച് കൃത്യമായിട്ട് കളിച്ച സൗത്ത് ആഫ്രിക്കയാണ് പറയേണ്ടത്. അതിന് തീർച്ചയായും ഒരു കൈയടി കൊടുക്കേണ്ടത്. അതായത് അവർ അറിഞ്ഞ് കളിച്ചതാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഇന്ത്യയെ ട്രാപ്പ് ചെയ്തു എന്ന് തന്നെ വിളിക്കേണ്ടത്. അല്ല, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, IPL-ല് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന താരങ്ങളാണ് സൗത്ത് ആഫ്രിക്കയിലെ മിക്ക താരങ്ങൾ, ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റൻ മക്രം ഉൾപ്പെടെയുള്ളവർ. അവർക്ക് വ്യക്തമായിട്ട് ഈ കളിക്കാരെ, അതായത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ താരങ്ങളെല്ലാം അവരുടെ പ്ലസ് പോയിന്റും അവരുടെ മൈനസ് പോയിന്റും വ്യക്തമായിട്ട് അറിയാം. അവരൊരു കമ്പൈൻഡ്, അതായത് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക നമ്മൾ നോക്കുന്ന ഒരു കമ്പൈൻഡ് ടീമാണ് അവർക്ക്. മികച്ച രീതിയിലുള്ള ബോളേഴ്സ്. ഇപ്പൊ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ബോളിംഗ് അല്ലെങ്കിൽ ബോളിംഗ് അറ്റാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും സൗത്ത് ആഫ്രിക്കയാണെന്ന്. കാരണം അത്ര നല്ലൊരു ബോളിംഗ് നിരയാണ് അവർക്ക്. അപ്പൊ പിന്നെ ബാറ്ററുണ്ട്. ഇപ്പൊ മില്ലറൊക്കെ നമ്മൾ പല IPL-ലും കണ്ടിട്ടുണ്ട്, അദ്ദേഹം മാച്ച് വിന്നറായിട്ട് മാറുന്നതും ഒരു ടീമിനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നല്ല. അത് സമാനമായ രീതിയിൽ അവരുടെ ഒരു പ്രകടനവും നമുക്ക് ഇന്നലെ അത് കാണാൻ സാധിക്കും. ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒരു കമ്പൈൻഡ് ടീമായിട്ട് കളിച്ചിട്ടില്ല, വെസ്റ്റ് ഇൻഡീസിനെ പോലെ. പക്ഷെ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ടീമായിട്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം അവിടെ ഒരു ക്യാപ്റ്റൻ, അതിനെ ക്യാപ്റ്റൻ നയിക്കുന്ന ടീം, അവരുടെ ആ ഒരു കോമ്പിനേഷൻ, അതെല്ലാം വളരെ മികച്ചതായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
പക്ഷേ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അക്സർ പട്ടേലിനെ മാറ്റി എന്ന് പറയുമ്പോൾ ബാലിശമായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. ഇപ്പോൾ മത്സരങ്ങൾ ഇപ്പോൾ പലരും പറയുന്നു സൂര്യ ഭയങ്കര ഫോമിലാണ്, പക്ഷേ ഞാൻ എടുത്തത് സൂര്യയുടെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് സൂര്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന പന്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൺവേർഷനൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 22 പന്തിൽ നിന്നാണ് അദ്ദേഹം 18 റൺസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് താളം കിട്ടുന്നില്ല. അപ്പോൾ ഒരു വൈസ് ക്യാപ്റ്റനെ മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് ക്യാപ്റ്റനെ ഒരു മത്സരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബാലിശമായിട്ടുള്ള ചോദ്യമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഫോമില്ലായ്മയും ഒരു കണക്ക് കൂട്ടലാണ്, അതും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അല്ല, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. ഇപ്പൊ ക്യാപ്റ്റനെ മാറ്റിക്കൊണ്ട് ഒരു ടീമിനെ ഇനി കൊണ്ടുപോകുക എന്നുള്ളത് ഈ വേൾഡ് കപ്പിൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ സാധിക്കില്ല. അത് മാത്രമല്ല, അത്ര ഒരു മോശം ഫോമിലല്ല സൂര്യകുമാർ യാദവ് കളിക്കുന്നത്. കാരണം ലീഗ് റൗണ്ടിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പല ഇന്നിങ്സുകളും. ക്യാപ്റ്റൻസിയും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ടീമിനെ നയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് എടുത്ത തീരുമാനം ഒരുപക്ഷെ ഈ അക്സർ പട്ടേലിന് പകരക്കാരനായിട്ട്, അത് അദ്ദേഹം മാത്രമായിട്ട് എടുത്ത തീരുമാനമല്ല, ടീം മാനേജ്മെന്റ് ഗൗതം ഗംഭീർ എന്നുള്ള പരിശീലകൻ ഉൾപ്പെടെ എടുത്ത തീരുമാനമാണത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഇന്നലത്തെ പെർഫോമൻസും ഇന്ത്യയുടെ പരാജയം വ്യക്തമാണ്. പക്ഷെ ഒറ്റ ചോദ്യം, പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ളതാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ഉള്ളത് നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഫാക്ട് ഇതാണ്, നെറ്റ് റൺ റേറ്റ് -3. അപ്പോൾ ഇനി സൗത്ത് ആഫ്രിക്ക ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരെ സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നുള്ള തുടങ്ങി മറ്റേ നമ്മൾ സാധാരണ IPL കാൽക്കുലേറ്ററൊക്കെ വെച്ച് കണക്ക് കൂട്ടുന്നത് പോലെയാണ് നിലവിൽ ഇന്ത്യയുടെ സാഹചര്യം. ഇനി അടുത്ത സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളികൾ ജയിച്ചാൽ മാത്രം പോരാ, വലിയ റൺ റേറ്റിൽ ജയിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ളത് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എത്രമാത്രം പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ് താങ്കൾ കണക്കാക്കുന്നത്? അല്ലെ, വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വേക്കെതിരെയും മികച്ച രീതിയിൽ തന്നെ, പക്ഷെ ഇവരെ ഒന്നും നമ്മൾ കുറഞ്ഞു കാണാൻ സാധിക്കില്ല. വെസ്റ്റ് ഇൻഡീസൊക്കെ T20 ഫോർമാറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. കൂടാതെ സിംബാബ്വെ ഇപ്പൊ അവരുടെ ഫോം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വമ്പൻ അട്ടിമറികളിലൂടെയൊക്കെ വന്ന ടീമുകളെ ഒരിക്കലും നമ്മൾ കുറച്ചു കാണാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ടീം മികച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ടീമിന് നന്നായിട്ട് പെർഫോം ചെയ്ത് ഈ റൺ റേറ്റ് ഒക്കെ നികത്തി ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയുള്ള പോലെ 140 കോടി ജനങ്ങളുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. ഇപ്പോഴുള്ള സാഹചര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങൾ, അടുത്ത മത്സരം സിംബാബ്വേക്കെതിരെയാണ്. സിംബാബ്വെ ആവട്ടെ 2 പ്രധാനപ്പെട്ട ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ വരുന്നത്. ഓസ്ട്രേലിയയും ശ്രീലങ്കയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടൊരു സിംബാബ്വെ വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും 26-ാം തീയതിയാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസവും ഉണ്ടായി. എന്തായാലും പി രംഗനാഥനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.